ഫ്രണ്ട്സ്, നമുക്ക് മുട്ട കൊണ്ടൊരു പലഹാരം തയ്യാറാക്കിയാലോ? നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇത് തയ്യാറാക്കാനായിട്ട് 1/2 ഗ്ലാസ് പാലിലേക്ക് കുറച്ച് പഞ്ചസാര ഈസ്റ്റും ചേർത്ത് ഒന്ന് നന്നായിട്ട് കലക്കി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് മൈദ, കുറച്ച് ഉപ്പ്, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം പാൽ സൊല്യൂഷനും കൂടെ ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ മേലെ തടവിയ ശേഷം ഒരു 2 മണിക്കൂർ അടച്ചു വയ്ക്കുക. ഇനി ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, സവാള അരിഞ്ഞത്, ഉപ്പ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി വഴണ്ട് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി മാവിനെ മുറിച്ച് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം മാവെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ വലിച്ച് പരത്തിയിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ടയെടുത്ത് ഒരു 4 കഷ്ണമായിട്ട് മുറിച്ച് അതിലൊരു കഷ്ണം നടുക്ക് വെച്ച് കൊടുത്ത് കൈ വെച്ച് ഇതുപോലെ പരത്തി വയ്ക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ ബോൾസ് അതിനകത്തോട്ടിട്ട് സ്ലിമ്മിൽ വയ്ക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. അപ്പം ബൺ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എഗ്ഗ് വെച്ചുള്ള ഇതുപോലെ ബൺ എല്ലാവരും തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സോസിനോട് ചേർത്ത് ഇത് വിളമ്പാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.